Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ധാന്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് ഉഴുന്നും ഒരു ഗ്ലാസ് പച്ചരിയും കൂടെ കുതിർത്തതാണ്. ഇത് ഓവർനൈറ്റ് കുതിർത്തതാണ് ധാന്യങ്ങളെല്ലാം. പിന്നെ വേണ്ടത് ഒരു അര കപ്പ് പരിപ്പാണ്, തുവരപ്പരിപ്പ്. ഒരു 1/4 കപ്പ് വീതം ചെറുപയറും കടലയുമാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറുപയറിനും കടലയ്ക്കും പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പരിപ്പായിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ വേണ്ടത്. ടേസ്റ്റിന് വേണ്ടി മാത്രം 2 വറ്റൽമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം ഒക്കെ നോക്കിയിട്ട് കൂട്ടുകയോ കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. പിന്നെ മാവ് അരയ്ക്കാൻ നേരത്ത് നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട. നമ്മുടെ സാധാരണ ദോശമാവ് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണ്ട. കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സാധാരണ കടലയോ അല്ലെങ്കിൽ പരിപ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുമ്പോൾ മാവ് അരച്ചിട്ട് വെച്ച് അത് പുളിപ്പിച്ചതിന് ശേഷമാണ് ദോശ ചുടുക. ഇതിനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ മാവ് അരച്ച അന്നേരം തന്നെ ചുട്ടെടുക്കാം. പുളിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ദോശ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി തൂവിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മറിച്ചിടാം കേട്ടോ. നമ്മുടെ പരിപ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ വീട്ടിലെ റെസിപ്പിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.